ബിഗ് ബോസിൽ ഇന്ന് ഫിലിമിൻ്റെ ഒരു ഓഡിഷൻ നടക്കുന്നുണ്ട്. അവിടെ എത്തുന്നത് നമ്മുടെ ആൻ്റണി പെരുവാവൂരും ജിത്തുവും കൂടാണ്. അപ്പം ആൻ്റണിയുടെ പുതിയ ചിത്രത്തിൽ, ആശീർവാദിൻ്റെ പുതിയ ചിത്രത്തിനുള്ള ഇതിനു വേണ്ടിയുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഓഡിഷനാണ് നടക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പം ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളും ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ജിത്തുവിനെയും ആ പ്രൊമോയിൽ കാണിക്കുന്ന ജിത്തുവും ആൻ്റണിയും ലാസ്റ്റ് കയറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ എല്ലാം വിശേഷങ്ങളും ഒക്കെ അപ്പുറത്തിരുന്ന് കാണുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആ പ്രൊമോയിൽ മനസ്സിലാകുന്നത്. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഇരുന്ന് കാണുന്നു, ഇവർ അഭിനയിക്കുന്നുണ്ട്. ജാസ്മിനും ജിൻഡോയും കൂടെ അഭിനയിക്കുന്നു, അതുപോലെ ഫ്രീദുവും അർജുനും കൂടെ അഭിനയിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഓരോ വ്യക്തികൾ ഓരോരുത്തരായിട്ട് ഇരട്ടയായിട്ടും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. നമ്മുടെ നോറയും ഫിജോയും കൂടെ അഭിനയിക്കുന്നുണ്ട്. അതുപോലെ അഭിഷേകും ഋഷിയും കൂടെ അഭിനയിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് അഭിനയിച്ച് ലാസ്റ്റാണ് ഈ ആൻ്റണിയും നമ്മുടെ ജിത്തുവും കൂടെ കയറി വരുന്നത്. അപ്പോൾ മത്സരാർത്ഥികളിൽ അത്ഭുതത്തോടെ തന്നെ കൈയടിക്കുന്നുണ്ട്. അവരും പ്രതീക്ഷിച്ച് കാണത്തില്ല ആരാ വരുന്നതെന്നൊന്നും. ഒരുപക്ഷെ അവരും അറിഞ്ഞു കാണത്തില്ല അല്ലേ. ഏതായാലും ഞെട്ടലോടെയാണ് അവരെല്ലാം നോക്കുന്നത്, പ്രൊമോയിൽ വ്യക്തമാകുന്നുണ്ട്. അതുപോലെ ആശീർവാദിൻ്റെ ചിത്രമാകുമ്പോൾ ലാലേട്ടൻ ആയിരിക്കും നായകൻ. ലാലേട്ടൻ്റെ പുതിയ ചിത്രത്തിൽ ഇവർ ആരെങ്കിലുമൊക്കെ ട്രോള് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോ ഇവരെല്ലാവരും അഭിനയിക്കുമോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. ഏതായാലും ഇന്ന് 9:30 കാണിക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ബിഗ് ബോസിലെ ഈ പ്രാവശ്യത്തെ മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ പല നടന്മാരുമായിട്ട് പരിചയപ്പെടാൻ പറ്റി. സിനിമയിലൊക്കെ ഒത്തിരി ചാൻസ് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. സിനിമയാണ്, നമ്മൾ പലരും സിനിമയ്ക്കകത്തൊക്കെ വരും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആർക്കും അവസരമൊന്നും കിട്ടിയില്ല. ഈ പ്രാവശ്യമെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അവസരം ഉണ്ടാകട്ടല്ലേ. ഈ അവസരം ഉണ്ടായില്ലെങ്കിലേ ഇതിനെ ബിഗ് ബോസിലൊന്നും പോയിട്ട് ഇവർക്ക് യാതൊരു രീതിയിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റത്തില്ല.